ഇതൊന്നും പറഞ്ഞിട്ട് കുട്ടി കേൾക്കുന്നില്ല എങ്കിൽ ഒരു തേർഡ് പേഴ്സന്റെ സഹായം നമ്മൾ തേടിയേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഇനി ഒരു സ്കൂളിൽ ശരിക്കും ഒരു സൈക്കോളജിസ്റ്റ് ഉണ്ടാവുന്ന ആണ് ഏറ്റവും നല്ലത്. ഇനിയുള്ള കാലത്ത് നമ്മൾ ടീച്ചേഴ്സ് ചാപ്റ്റർ തീർക്കേണ്ട ഓട്ടത്തിനിടയിൽ നമുക്ക് ചിലപ്പോൾ എങ്ങനെയാണ് കുട്ടികളെ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും സ്ട്രെസ് ഉണ്ടായിരുന്നോ, ഇമോഷണലി ആ കുട്ടി എന്തോ വലിയ വിഷമിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ടീച്ചർ കൊണ്ടുപോയി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ചിലപ്പോൾ ഇത് കുട്ടി ചിലപ്പോൾ വയലന്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടാവും. അപ്പൊ ടീച്ചേഴ്സ് അത് ചിലപ്പോൾ ആക്ഷൻ എടുത്തിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെയാണ് ചിലപ്പോൾ ഫാക്ടേഴ്സ് ആയിട്ട് വരിക. അപ്പൊ ടീച്ചേഴ്സിന് ചിലപ്പോൾ ഇതൊന്നും കൈകാര്യം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും തീർച്ചയായിട്ടും ഒരു സ്കൂളിൽ നിർബന്ധമായിട്ടും ഒരു കൗൺസിലർ അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ് നിർബന്ധമായിട്ടും അപ്പോയിന്റ് ചെയ്യേണ്ടതാണെന്നാണ് എൻ്റെ ഒരു ആവശ്യമാണ്. ഇത് എല്ലാ സ്കൂളുകളിലും നടത്തുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല, അവൈലബിലിറ്റി എത്രയാന്നുള്ളത് നമുക്കറിയില്ല, ഉണ്ടെന്ന് കേൾക്കുന്നു. ഇനി പറയാനുള്ളത് ആക്ച്വലി ന്യൂട്ടന്റെ ഒരു ലോ ഉണ്ടായിരുന്നല്ലോ, ന്യൂട്ടൻസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ. അപ്പോൾ ഫിസിക്സ് റിലേറ്റ് ചെയ്ത് നമ്മളെ ബോഡീനെ അല്ലെങ്കിൽ നമ്മളെ മോഷനെ പറ്റി പറയുകയാണെങ്കിൽ എവ്രി ബോഡി കണ്ടിന്യൂസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ യൂണിഫോം മോഷൻ അൺടിൽ ഇറ്റ് ഈസ് എക്സ്പീരിയൻസ്ഡ് ബൈ എൻ എക്സ്റ്റേണൽ ഫോഴ്സ് എന്നാണല്ലോ നമ്മൾ പഠിച്ചത്. അപ്പോൾ അതായത് അതേപോലെ തന്നെയാണ് ഹ്യൂമൻ ആക്ഷൻസ് ഓർ ഇമോഷൻസ് എന്ന് പറയുന്നത്. അതായത് എന്തൊരു ഹ്യൂമൻ ആക്ഷൻസ് ഉണ്ടെങ്കിലും എന്തൊരു ഹ്യൂമൻ ഇമോഷൻസ് ഉണ്ടെങ്കിലും ഒരു സമ്മണൽസിന്റെ ഒരു ഹെൽപ്പ്, വേറൊരാളുടെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നന്നായിക്കോളും. അല്ല എങ്കിൽ ചിലപ്പോൾ നമ്മൾ നന്നാവണമെന്നില്ല. ചില ആൾക്കാർക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഉണ്ടാവും, എന്നാൽ ചില ആൾക്കാർക്ക് അത് ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളിലൂടെ നമുക്ക് നമ്മളെ കുട്ടികളെ സ്വഭാവം നല്ല രീതിയിലൊക്കെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റുന്നതാണ് വിചാരിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയനെ കൊണ്ട് ഗുണവും ദോഷവും ഉണ്ട്. നല്ല കാര്യങ്ങൾ നമ്മൾ സ്പീഡിൽ മൂവ് ചെയ്ത് എല്ലാവരുടെ അടുത്തും എത്തും, മോശം കാര്യങ്ങളും അതേപോലെ തന്നെ സ്പീഡിൽ എല്ലാവരുടെ അടുത്തും എത്തുന്നുണ്ട്. അപ്പോൾ എല്ലാ വീട്ടിലും എല്ലാ ഇൻഫർമേഷൻസും എത്തുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഒന്ന് ഓർമ്മിക്കേണ്ടതാണ്. മോശമായാലും നല്ലയായാലും എത്തുന്നുണ്ട് എന്നുള്ളത് ഒന്ന് ആലോചിക്കേണ്ടത്. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ കുട്ടികളെ ട്രീറ്റ് ചെയ്യേണ്ടത് നമ്മൾ തന്നെയാണ്. ഓക്കെ, താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.